നിർണായകമായിട്ടുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് കർണാടകയിൽ നടന്നതെന്ന് പറയുന്നത് MLC തെരഞ്ഞെടുപ്പ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശിവകുമാർ മുഖ്യമന്ത്രി ആയതിനു ശേഷം നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയും കോൺഗ്രസിന് ആധിപത്യം പുലർത്തേണ്ടത് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിൽ പിന്നാലെ 7 സീറ്റുകളിലായിരുന്നു മത്സരം അരങ്ങേറിയത്. ഈ 7 സീറ്റുകളിൽ 5 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 2 സീറ്റുകൾ BJPക്കും നിർണായകമായിട്ട് വിജയിക്കാൻ സാധിച്ചു എന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ കർണാടക നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. 7 സീറ്റുകളിൽ 5 എണ്ണം നേടി, BJP 2 എണ്ണവും നേടി. കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 100% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. യോഗ്യരായ 222 വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. 7 ഒഴിവുകളിലേക്ക് ആകെ 8 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം പ്രകാരം വിജയം ഉറപ്പാക്കാൻ ഓരോ സ്ഥാനാർത്ഥിക്കും 28 വോട്ടുകളായിരുന്നു ആവശ്യമായി വന്നത്. ഒഴിവുള്ള 7 ലെജിസ്ലേറ്റീവ് കൗൺസിൽ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പായിരുന്നു ഇന്ന് നടന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ബാംഗ്ലൂരുവിലെ വിധാൻ സൗദയിൽ നടന്നു. ജൂൺ 30-ന് 7 സിറ്റിംഗ് MLCമാർ വിരമിച്ചതിനെ തുടർന്നാണ് ഒഴിവ് വരുന്ന ഈ ഒരു സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നത് തന്നെ. തെരഞ്ഞെടുപ്പിന് മുമ്പ് 7 സീറ്റുകളിൽ 4 എണ്ണമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്, 2 എണ്ണം BJPക്കും ഉണ്ടായിരുന്നു, 1 JDSനും ആയിരുന്നു. ഏറ്റവും പുതിയ റിസൾട്ട് പ്രകാരം കർണാടക നിയമസഭയുടെ ഉപരിസഭയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അതായത് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് പരീക്ഷണമായി വ്യാപകമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിൽ കോൺഗ്രസിന് അവരുടെ നില മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതായത് 4-ൽ നിന്നും അവർക്ക് 1 സീറ്റും കൂടി JDSൻ്റെ നിന്നും കൂടി കൈക്കലാക്കിക്കൊണ്ട് അത് 5 ആക്കാൻ സാധിച്ചു. അതേസമയം BJPക്ക് നിർണായകമായി അവർക്ക് ഉണ്ടായിരുന്ന 2 സീറ്റുകളും അവർക്ക് നിലനിർത്താൻ സാധിച്ചു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ BJP ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് BJP 2 സ്ഥാനാർത്ഥികളെ ആയിരുന്നു പ്രഖ്യാപിച്ചത്. ആ 2 സ്ഥാനാർത്ഥികളും വിജയിക്കുകയുണ്ടായി. അത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായക വിജയമായിരുന്നു. എന്നാൽ JDSന് 1 സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്, തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്ന 5 പേരായിരുന്നു, അവർ 5 പേരും വിജയിക്കുകയും ചെയ്തു. ഇതിൽ BJPക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും നേട്ടമുണ്ടായി, JDSന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു.